ഹലോ, എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ തിയേറ്റർക്ക് റിലീസ് ആവാത്തൊരു മൂവിയാണ്. നിലവിൽ ആമസോൺ പ്രൈമിൽ റെൻ്റലിലാണ് മൂവി ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റെൻ്റ് എടുത്തിട്ടാണെങ്കിൽ ഈ മൂവി കാണാം. ഏത് മൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. മങ്കി മാൻ എന്നാണ് മൂവിയുടെ പേര്. നമുക്ക് അധികം വളച്ചുകെട്ടലുകളൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. റിവ്യൂയിലോട്ട് കടക്കുന്നതിന് മുമ്പ് മൂവിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാം. നിലവിൽ ഇന്ത്യയിൽ തിയേറ്ററിൽ ഈ ഒരു മൂവി കാണാൻ സാധിക്കുകയില്ല. കാരണം അതിൽ പറയുന്ന പ്രതിപാദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് റിലേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിൽ തിയേറ്ററുകൾ റിലീസ് ബാൻ ചെയ്ത മൂവിയാണ്. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ മാത്രമേ നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് OTT കാണാം. നിലവിൽ OTT റിലീസ് ആയിട്ടുണ്ട്. ഏപ്രിൽ 4 മൂവി തിയേറ്ററുകൾ റിലീസായത്. കംപ്ലീറ്റ്ലി ഇന്ത്യൻ ടെറൈനിൽ വരുന്നൊരു മൂവിയാണ് എങ്കിൽ പോലും ഇന്ത്യയിലല്ല മൂവി ഷൂട്ട് ചെയ്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്തോനേഷ്യയും അതുപോലെ ഇന്ത്യയുമായിട്ട് സിമിലർ ആയിട്ടുള്ള മറ്റ് പല രാജ്യങ്ങളിലുമാണ് മൂവിയുടെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് നടന്നത്. ഇന്ത്യൻ വംശജനും കൂടിയായിട്ടുള്ള ദേവ് പട്ടേലാണ് മൂവി സംവിധാനം ചെയ്തിരിക്കുന്നതും അതിൽ മെയിൻ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നതും. ഇനി നമുക്ക് ഡയറക്റ്റ് മൂവി റിവ്യൂയിലോട്ട് പോവാം. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കിയൊരു മൂവിയാണെന്നറിയാം. എങ്കിൽ പോലും അതൊരു എൻ്റർടൈൻമെൻറ്റ് രീതി അല്ലെങ്കിൽ മൂവി കംപ്ലീറ്റ്ലി എങ്ങനെയാണ് പറയുന്നത്, അതിൽ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, പിന്നെ അത് പ്രതിപാദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ മൂവി വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എസ്പെഷ്യലി സിനിമയിലെ ഫൈറ്റിംഗ് സീക്വൻസുകൾ, ഒരു ഇന്ത്യൻ ടെറൈനിൽ വരുന്ന ഇത്തരത്തിൽ ഫൈറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു മൂവി. തിയേറ്റർ വാച്ച് കണ്ടവരുടെയൊക്കെ ഒരു ഫീൽ എനിക്കിപ്പോൾ മനസ്സിലാകും. നെക്സ്റ്റ് ലെവൽ ആക്ഷൻ കൊറിയോഗ്രാഫി തന്നെയാണ്. ജോൺ വിക്ക് മൂവി സീരീസുമായിട്ട് ഈ ഒരു മൂവിനെ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. സ്റ്റോറി പറയുന്ന രീതിയാണെങ്കിലും ആ ഒരു നടക്കുന്ന ടെറൈൻ ആണെങ്കിലും ഈവൻ ഒരു ഹോളിവുഡ് മൂവി ആണെങ്കിൽ പോലും അത് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻ ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ബെസ്റ്റ് ആക്ഷൻ കൊറിയോഗ്രാഫി ആയിട്ട് എനിക്ക് തോന്നി. ജോൺ വിക്കും അങ്ങനെ തന്നെയാണ്. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് വരുന്നൊരു ആക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന് ഇൻറ്റൻസിറ്റി എത്രത്തോളമാണെന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതും ഇതിലെ ആക്ഷൻ കൊറിയോഗ്രാഫി തന്നെയാണ്. പെർഫോമൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഡയറക്റ്റ് ചെയ്ത ദേവ് പട്ടേൽ തന്നെയാണ് മൂവിയിലെ ലീഡ് ക്യാരക്ടർ ചെയ്തിരിക്കുന്നതും. ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള 1-2 ആക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ശോഭിത ദുലിപാല, അതുപോലെ മകരം ദേശ്പാണ്ഡെ, ഇവരും മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ ഒരു സ്റ്റോറി കടന്നു പോകുന്നൊരു പാത്തുണ്ടല്ലോ, ആ പാത്തിൽ ആ ഒരു ആക്ടേഴ്സിൻ്റെ പെർഫോമൻസുകൾ എനിക്ക് വളരെ ബ്രില്യൻ്റ് ആയിട്ട് തോന്നി. ശോഭിതയുടെ ക്യാരക്ടർ ആണെങ്കിൽ പോലും ഒരു സ്ട്രേഞ്ച് ക്യാരക്ടറാണ്. കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അവരാരാണ്, അവരുടെ പേരെന്താണ്, അങ്ങനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഒരു റോൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ തന്നെ കറക്റ്റ് ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മകരം ദേശ്പാണ്ഡെയുടെ ഒരു വില്ലൻ ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അങ്ങനത്തെ റോള് ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെയാണ് ഇദ്ദേഹം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് അവിടെ നിന്ന് എനിക്ക് കാണാൻ സാധിച്ചു. വേറൊരു പോലീസുകാരൻ്റെ ഒക്കെ ഒരു ക്യാരക്ടർ ചെയ്തൊരു മനുഷ്യനുണ്ട്. അതൊക്കെ ഭയങ്കര ഇൻറ്റൻസ്, നമുക്കൊരു ഹെവി ക്യാരക്ടർ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഓഫ് കോഴ്സ് ദേവ് പട്ടേലും അദ്ദേഹമാണ് ഈ ഒരു മൂവി കംപ്ലീറ്റ്ലി കൊണ്ടുപോകുന്നതും. റിംഗ് ഫൈറ്റ് ഒക്കെ പറയുന്നുണ്ട്. ആ റിംഗ് ഫൈറ്റിലൊക്കെ ആണെങ്കിലും നല്ല പെർഫോമൻസ് ആയിരുന്നു. സെക്കൻഡ് തിങ്, അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പോസിറ്റീവായിട്ട് തോന്നി അതിൻ്റെ വിഷ്വൽസ് തന്നെയാണ്. വിഷ്വൽസ് ടോപ്പ് നോച്ച് വിഷ്വൽസ് തന്നെയാണ്. ആക്ഷൻസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് എങ്കിൽ പോലും ആക്ഷനെ നമ്മളിലേക്ക് കുറച്ചും കൂടി എത്തിക്കുന്നത് അതിലെ ആ വിഷ്വൽസും അതിലെ കട്ട് പോയിൻറ്റ്സുകളുടെ ആ ഒരു ടൈമിങ്ങും കൂടിയാണ്. ഒരു ഫൈറ്റ് സീക്വൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ വരേണ്ട കട്ട് പോയിൻറ്റ്സും പല പല ആംഗിള്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരുത്തിന് ഇടികൊണ്ട് വീഴുന്നത് പല ആംഗിളിൽ നിന്നും അല്ലെങ്കിൽ പല പൊസിഷനിൽ നിന്ന് കാണിക്കുന്നുണ്ട്. എല്ലാ പൊസിഷനിൽ നിന്ന് തന്നെ ആ ഒരു സംഭവം കാണാൻ പറ്റുന്നൊരു ഫീൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എസ്പെഷ്യലി ഒരു ബാറിലെ ഫൈറ്റൊക്കെ ഉണ്ട്. ബാറിലെ ഫൈറ്റ് എനിക്ക് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത ഒരു ഫീൽ വന്നു. പിന്നെ 2 മിനിറ്റിൽ ഒരു കിച്ചൺ ഫൈറ്റ് ഉണ്ട്. 2 മിനിറ്റിൽ താഴേക്കേ ഉള്ളൂ, കാരണം ഒരു ചെറിയൊരു എൻട്രി പോലത്തെ ഒരു സാധനം. അത് അടിപൊളിയാണ്. അതിലെ പ്രോപ്പർട്ടീസൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബോട്ടിൽ, ഇപ്പം നമ്മളൊക്കെ ഒരു സാധാരണ ഒരു ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ തലക്കടിച്ച് പൊട്ടിക്കുന്ന അങ്ങനത്തെ കുറേ വിഷ്വൽസ് അല്ലേ കണ്ടിട്ടുള്ളത്. ആ ഒരു ബോട്ടിൽ വെച്ച് ഗ്യാസിൻ്റെ അടുത്ത് വെച്ച് അടിച്ച് പൊട്ടിച്ച് കത്തിക്കുന്നൊക്കെ ഒരു സീൻ, അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. എനിക്കതൊക്കെ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നി. ആ ഓരോ പ്രോപ്പർട്ടീസിനെയും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും അവർ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അത് ആക്ഷനിലോട്ട് കുറച്ചും കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നല്ല രീതിയിലോട്ട് ആക്കി വെച്ചിരിക്കുന്നൊരു ഫീല്. പിന്നെ ഓഫ് കോഴ്സ് അത് കംപ്ലീറ്റ്ലി ആക്ഷൻ ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ആക്ഷൻ പ്രേമികൾക്ക് കുറേ കൂടെ ഇഷ്ടപ്പെടാനും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയും ആ ഒരു ആക്ഷനും എത്രത്തോളം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും പറ്റും. ഈ ഒരു ആക്ഷൻ സീക്വൻസിനെ വേറെ ലെവലിലോട്ട് എത്തിക്കുന്നതിൻ്റെ മ്യൂസിക് തന്നെയാണ്. ചിലപ്പം ബ്ലാങ്ക് ആയിരിക്കും, ചില പൊസിഷനിൽ ആ ഒരു മ്യൂസിക് ബ്ലാങ്ക് ആയിരിക്കും, ചില പൊസിഷനിൽ അവർ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പവർ സാധനം വരുന്നുണ്ടെങ്കിൽ, ഒരു ഫൈറ്റ് സാധനം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പവർ കുറയാത്ത വിധത്തിൽ ഒരു മ്യൂസിക് ഇങ്ങനെ
അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ചില ഹൈ പിച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് ഒരു മ്യൂസിക്കിൻ്റെ വർക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൂവി റിവ്യൂ ആയിട്ട് പറയാനാണെങ്കിൽ നിങ്ങൾ ഇത്രയും കണ്ടാൽ മതി. ഇനി പറയാനുള്ളത് എൻ്റെ ഒരു ബേസ് പ്ലോട്ടും അതെന്തുകൊണ്ട് ഇന്ത്യയിൽ ബാൻ ചെയ്തു എന്നുള്ളതുമാണ്. ഒരമ്മേനെ കൊല്ലുന്ന കുറച്ച് കൊലയാളികൾ, അവരെ തേടി പോകുന്ന ഒരു മകൻ. ഇത് വളരെ പണ്ട് നടന്നൊരു സംഭവം. അത് കുറേ നാൾക്ക് ശേഷം അദ്ദേഹം റിവെഞ്ചിന് പോകുന്ന ഒരു ബേസ് പ്ലോട്ടാണ് ഇതിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടെറൈനിൽ വരുന്നൊരു മൂവിയാണ് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ചില സ്ഥലങ്ങൾ, ഈവൻ ചില സ്ലംസുകൾ, അതുപോലെ തന്നെ റെഡ് സ്ട്രീറ്റുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഹനുമാൻ എന്നൊരു ക്യാരക്ടറെ പറ്റിയും അദ്ദേഹം എങ്ങനെ ആയിരുന്നു എന്നും തിന്മയ്ക്കെതിരെ എങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്നും നമ്മുടെ മെയിൻ ക്യാരക്ടർ ഹനുമാൻ്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടാണ് ഇതും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകം ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. പിന്നീട് കുറച്ച് രാഷ്ട്രീയപരമായിട്ടും ഒരു ഭക്തി എന്തുകൊണ്ട് ഇവർ പൊളിറ്റിക്സിലേക്ക് ഇറക്കുന്നു എന്നുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് മൂവി മെയിനായിട്ടും ഇന്ത്യയിൽ നിന്ന് ബാൻ ആക്കിയതും. എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇന്ത്യക്കാർക്ക് കുറേ പേർക്ക് മിസ്സായത്. ബട്ട് സ്റ്റിൽ മൂവി OTTയിൽ അവൈലബിൾ ആണ്. പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. മൂവി തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആക്ഷൻ ഓറിയൻറ്റഡ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു മൂവിയും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് മങ്കി മാനെ പറ്റിയുള്ള എൻ്റെ ചെറിയ റിവ്യൂ. നിങ്ങൾ ഈ മൂവി കാണാത്തവരാണെങ്കിൽ മാക്സിമം ഈ മൂവി തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. മൂവി കാണാത്തവർക്ക് ഈ റിവ്യൂ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. മൂവി കണ്ടവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.